അമേരിക്കയ്ക്കെതിരെ രൂക്ഷ പ്രതികരണവുമായി RSS മുഖപത്രം. അമേരിക്ക ഭീകരവാദം ഏകാധിപത്യവും പ്രോത്സാഹിപ്പിക്കുന്നു എന്നാണ് ഓർഗനൈസറിലെ വിമർശനം. ജനാധിപത്യത്തിന്റെ സ്വയം പ്രഖ്യാപിത മിശിഹയാണ് അമേരിക്കയെന്നും മുഖപ്രസംഗത്തിൽ പരാമർശമുണ്ട്. അനൂപ് ദാസാണ് ചേർന്ന്. അനൂപ്, അമേരിക്കയുമായുള്ള വലിയ അടുപ്പം കാത്തുസൂക്ഷിക്കാൻ കേന്ദ്ര സർക്കാരും നരേന്ദ്രമോദിയും ശ്രമിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അമേരിക്കൻ നിലപാട് ഇന്ത്യ വിരുദ്ധമാണ്. അതിന് പിന്നാലെ ഇപ്പോൾ നിലപാട് കൂടുതൽ കർശനമാക്കുന്ന തരത്തിൽ നിലപാട് മാറ്റത്തിന്റെ സ്വരമാണല്ലോ RSSന്റെ മുഖപത്രത്തിൽ ഉൾപ്പെടെയുള്ളത്. എന്തൊക്കെ കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഓർഗനൈസർ? കഴിഞ്ഞ 11 വർഷക്കാലമായി നരേന്ദ്രമോദി ഇന്ത്യയിൽ അധികാരത്തിലിരുന്ന ഓരോ സമയത്തും എൻ്റെ അടുത്ത ഫ്രണ്ടാണ് ട്രംപ് എന്നൊക്കെ പറഞ്ഞ് വലിയ ബന്ധം അമേരിക്കയുമായി സ്ഥാപിക്കാനുള്ള ശ്രമം നടത്തിയിരുന്നു. പക്ഷേ ഏറ്റവും ഒടുവിൽ ഇന്ത്യയുമായുള്ള വ്യാപാര ബന്ധം വളരെ മോശമാക്കി ഇന്ത്യയെ കൂടുതൽ സമ്മർദ്ദത്തിലേക്ക് തള്ളിവിടുന്ന തരത്തിലുള്ള ഒരു തീരുമാനം ട്രംപിന്റെ ഭാഗത്ത് നിന്ന് വന്നപ്പോഴാണ് ഇപ്പോൾ ട്രംപിനെ തള്ളിപ്പറഞ്ഞ് RSSും രംഗത്ത് വന്നിരിക്കുന്നത്. RSS പറയുന്നു ട്രംപ് ലോകത്താകമാനം ഭീകരവാദം വളർത്താൻ ശ്രമിക്കുന്ന രാജ്യത്തിന്റെ തലവനാണ് എന്ന് പറയുന്നു. മാത്രവുമല്ല രാജ്യത്താകമാനം യുദ്ധങ്ങൾ നടത്താൻ ഉണ്ടാക്കാനുള്ള ശ്രമം നടത്തുന്നു. സ്വേച്ഛാധിപത്യത്തിന്റെ പ്രധാനപ്പെട്ട വക്താവാണ് അമേരിക്ക എന്നും പറയുന്നു. ഇത്രയും കാലം കഴിഞ്ഞ 11 വർഷവും അങ്ങനെ ചിന്തിക്കാതിരുന്ന RSS വളരെ പെട്ടെന്ന് ഇങ്ങനെ ചിന്തിക്കാനുള്ള കാരണം ഇന്ത്യക്ക് 50% താരിഫ് നികുതി ചുമത്താനുള്ള തീരുമാനത്തിന്റെ ഭാഗമായിട്ടാണ്. എന്തായാലും ഇനി മുന്നോട്ട് ഇന്ത്യയും യുഎസും തമ്മിലുള്ള ബന്ധം അത്ര നല്ലതായിരിക്കില്ല എന്ന് കൂടി ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഈ ഒരു നിലപാട് പ്രഖ്യാപനത്തിലൂടെ RSS. എന്തായാലും ഇന്ത്യ റഷ്യയുമായി കൂടുതൽ അടുക്കാൻ ശ്രമിക്കുന്നു. ചൈനയുമായി മോശമായിരുന്ന ബന്ധം കൂടുതൽ മെച്ചപ്പെടുത്താനുള്ള ശ്രമം നടത്തുന്നു. അതേസമയം തന്നെ അമേരിക്കയുമായുള്ള ബന്ധം കൂടുതൽ വഷളാവുന്നു എന്ന് ചൂണ്ടിക്കാണിക്കുന്നതാണ് ഈ ലേഖനം. ശരി, ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധം വഷളായിരിക്കുകയാണ്. അതിനിടയിലാണ് ഇപ്പോൾ RSS കൂടി അമേരിക്കയ്ക്കെതിരായ നിലപാട് പരസ്യമായി പ്രഖ്യാപിച്ചുകൊണ്ട് രംഗത്ത് വരുന്ന ഓർഗനൈസറിലാണ് ഇപ്പോൾ ഒരു ലേഖനം വന്നിരിക്കുന്നത്. അനൂപ് ദാസാണ് ആ വിവരങ്ങൾ നൽകിയത്.